അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്. ഐ പ്രോമിസ്. പാസ്റ്റിലെ ഒരു കാര്യവും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ, പക്ഷെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുക, നിങ്ങളോട് തന്നെ നിങ്ങൾ അതിന് ക്ഷമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ആളുകൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അതായത് ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെയാണ് ഞാൻ ഇത് എത്രത്തോളം വലിയ ഡ്രീംസ് എനിക്ക് ആദ്യം തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ മുമ്പ് നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പാസ്റ്റിൽ നടന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതായത് നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചതോ നമുക്ക് നഷ്ടപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള കുറെ ഹേർട്സ് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ ആരോടും ഷെയർ ചെയ്യാത്ത ചില വേദനകൾ എല്ലാവർക്കും ഉണ്ടാവും. സോ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുക, നിങ്ങളോട് തന്നെ നിങ്ങൾ അതിന് ക്ഷമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതായത് ഫോർഗീവ്നെസ്. ഓക്കെ, ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ചിലരുണ്ട് സ്വയം ഇങ്ങനെ പഴിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു അന്ന് ചെയ്യേണ്ടത്, ഞാൻ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ വിചാരിക്കുന്നവർ, എന്റെ സമയമെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്ന് കരുതുന്നവര്, അതുപോലെ അവരൊക്കെ എന്നോട് ഈ രീതിയിൽ പെരുമാറി ഇപ്പോഴും അവർക്ക് എന്നോട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്, എനിക്ക് അവരെ കാണുമ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ശരിയാണ്, നടന്ന കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അത് വീണ്ടും മനസ്സിൽ കൊണ്ടു നടന്നാൽ അത് നമുക്ക് തന്നെയാണ് പ്രശ്നം. നമ്മളുടെ ഓറ നമ്മൾ നെഗറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഓറ ക്ലീൻ ചെയ്യുക, നമ്മൾക്ക് ചുറ്റുമുള്ള എനർജി, അതാണ് ഈ ഓറ എന്ന് പറയുന്നത്. സോ അത് ക്ലീൻ ചെയ്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു പാത്ത്, ആ ഒരു വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഫോർഗീവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് പാസ്റ്റിൽ പറ്റിയുള്ള തെറ്റുകൾ, നിങ്ങൾക്ക് ആരെങ്കിലും മൂലം അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾക്കുണ്ടായ വഴക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു, നിങ്ങളുടെ സമയം, നിങ്ങളുടെ പണം എല്ലാം നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ മനസ്സ് ചിലപ്പം വളരെ വേദനയായിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. ഫോർഗീവ് യുവർ സെൽഫ്. നമുക്ക് പാസ്റ്റിലെ ഒരു കാര്യവും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ, പക്ഷെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതൊരു വലിയ കാര്യമല്ലേ. ഇപ്പൊ തൊട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ നാളത്തെ ദിവസം ഒരു പടി മേലെയായിരിക്കും. പക്ഷെ ഇന്നും നിങ്ങൾ ഈ ഹാർട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ, ഈ ഹാർട്ട് ഇങ്ങനെ വലുതാക്കി വരികയാണെങ്കിൽ നിങ്ങളുടെ നാളത്തെ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ജീവിതം മുന്നോട്ടു അല്ലേ, ശരിയല്ലേ? സോ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഫോർഗീവ്നെസ് അഫർമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെൽഫ് ലവ്. എത്ര പേർക്ക് മറ്റുള്ളവരോടുള്ള പോലെ സെൽഫ് ലവ് നിങ്ങളോടുണ്ട്? സ്വയം നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളെ വളരെയധികം സ്നേഹമാണ് എന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളിൽ എത്ര പേര് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഐ ലവ് യു എന്ന് സ്വയം പറയാറുണ്ട്, സ്വയം ഒന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്? പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കുട്ടികളോട് നമ്മൾ ഐ ലവ് യു പറയാറില്ലേ, നമ്മൾ കെട്ടിപ്പിടിക്കാറില്ലേ, ഉമ്മ കൊടുക്കാറില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവർക്ക് ഏറ്റവും നല്ല സാധനങ്ങളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളെ കാണുന്നത്? മിക്കവരും അല്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ യാഥാർത്ഥ്യം. ഒരു കാലത്ത് ഞാനും അല്ലായിരുന്നു, പക്ഷെ ഇപ്പോ എനിക്ക് എന്നോട് സെൽഫ് ലവ് ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. ജീവിക്കാൻ മറക്കും ചില സമയങ്ങളിൽ, പക്ഷെ നമ്മൾ തിരിച്ചു വരണം. തിരിച്ചു വരാനായിട്ട് ഈ ഒരു മിനിറ്റ് മതി. ഞാൻ ഇന്ന് തൊട്ടേ എന്നെ സ്നേഹിച്ചു തുടങ്ങും എന്ന് ചിന്തിക്കണം. പക്ഷെ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് പലരും പല രീതിയിലാണ് കേട്ടോ കാണുന്നത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് ഈ സെൽഫ് ലവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആൾക്കൊട്ടും സെൽഫ് ലവ് ഇല്ലാത്ത ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾ എന്നോട് ചോദിച്ചത്, നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം ഇല്ലാതാവുമോ എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ എന്നാണോ നമ്മളെ ആദ്യം വെക്കുന്നത്, അതായത് നമ്മൾ എന്നാണോ നമ്മളെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്, അപ്പോഴേ നമുക്ക് നമ്മളോട് സ്നേഹം തോന്നുള്ളൂ. നമ്മുടെ ചുറ്റുപാടുകളും അതനുസരിച്ച് പോസിറ്റീവ് ആവുകയും മറ്റുള്ളവർക്ക് ആ പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. സോ കുറച്ച് സെൽഫ് ലവ് അഫർമേഷൻസും ഫോർഗീവ്നെസ് അഫർമേഷൻസും ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരു 3 ദിവസം ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വരിക. 4ാമത്തെ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതിൽ നിങ്ങൾക്കൊരു വൻ സർപ്രൈസ് കാണും. അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്. ഐ പ്രോമിസ്. അതോടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള നിങ്ങളുടെ ആ ഒരു അത്ഭുതം, നിങ്ങളുടെ ആ ഒരു ആശങ്ക, അതൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നതായിരിക്കും. അങ്ങനെയുള്ളൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ തന്നെ
ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. അതും ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ഓറ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു അഫർമേഷൻസ് യൂസ് ചെയ്യുക. ഞാൻ ഇംഗ്ലീഷ് അഫർമേഷൻസും അതിന്റെ ഏകദേശം ഒരു മലയാളം തർജ്ജിമ പോലെ, തർജ്ജിമ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ആ ഒരു മീനിങ് വരുന്ന രീതിയിലുള്ള മലയാളം അഫർമേഷൻസും ആണ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. I forgive myself for all things I did in the past. എന്റെ ഭൂതകാലത്തിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എനിക്ക് തന്നെ ക്ഷമ നൽകുന്നു. My heart is open now and I'm free from all the burden of the past. എന്റെ ഹൃദയം വിശാലമാണ്. എന്റെ ഭൂതകാലത്തിൽ നിന്നും ഞാൻ എന്റെ മനസ്സുകൊണ്ട് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. Forgiveness sets me free to move forward with love and joy. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നതിലൂടെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ പുതിയ ജീവിതത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. ഐ എം ഹീലിംഗ് മൈ ഇന്നർ സെൽഫ്. ഞാൻ എന്റെ മനസ്സിനെ സുഖപ്പെടുത്തുന്നു. എവറി ഡേ ഐ ചൂസ് ലവ്, കമ്പാഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ദിനം തോറും സ്നേഹവും കരുണയും തിരഞ്ഞെടുക്കുകയും എന്നെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. Forgiveness healing my mind and I am becoming a new person with positivity. ക്ഷമ എന്റെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ഓരോ ദിവസവും ഞാൻ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുന്നു. I am worthy of love, happiness and respect. ഞാൻ സ്നേഹവും സന്തോഷവും ബഹുമാനവും ലഭിക്കാൻ അർഹയാണ്. My past does not define me. I create my future with love. എന്റെ ഭൂതകാലമല്ല എന്നെ നിർവചിക്കുന്നത്. ഞാൻ സ്നേഹപൂർവം എന്റെ ഭാവിയെ സൃഷ്ടിക്കുന്നു. I choose to focus on my strengths and my talents. ഞാൻ എന്റെ നല്ല വശങ്ങളിലേക്കും കഴിവുകളിലേക്കും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. I trust myself completely. ഞാൻ എന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. I love myself unconditionally and I attract positivity. ഞാൻ എന്നെ പരിധിയില്ലാതെ സ്നേഹിക്കുകയും പോസിറ്റീവ് എനർജിയെ എന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 11 അഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് ഫോർഗീവ്നെസ്സിനും സെൽഫ് ലവിനും വേണ്ടിയിട്ടായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, എല്ലാം വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, ഇത് കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്ത് പോവുക. 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അത് നിങ്ങളിൽ ഭൂരിഭാഗം പേരും മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു സംശയം അതോടെ മാറും. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ കൂടുതൽ വിശ്വസിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ബൈ ബൈ.